ഞാൻ പറഞ്ഞേ അത് തവളയാ. കൈപൊക്കി പറഞ്ഞു മച്ചു തവളയാ. കൈപൊക്കി പറഞ്ഞ തവളയാ. ആ തവള എടുത്തോ. ഞാൻ പറയുന്നേക്ക് അത് തവളയാ. ന്യൂ ഇയർ സ്പെഷ്യൽ ഹൈവെക്സ് ടീഷർട്സ് ഇപ്പോൾ 70% ഓഫിൽ. അപ്പൊ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമേ ബാലൻസ് ഉള്ളൂ. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഓർഡർ ബുക്ക് ചെയ്തോളൂ. ഹേ ഗയ്സ്, വെൽക്കം ബാക്ക് ടു അപ്പൊ ഇന്നത്തെ ചലഞ്ച് സൂം ഇൻ ഫുഡ് ചലഞ്ച്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സൂം ഇൻ ഫുഡ് ചലഞ്ച് ആണ്. ഒരു ഐറ്റത്തിനെ സൂം ചെയ്തിട്ടായിരിക്കും വെച്ചേക്കുന്നത്. അത് പയ്യെ നമ്മള് സൂം ഔട്ട് ആയിക്കൊണ്ട് വരും. അപ്പൊ ആരാണോ ആദ്യം കൈ പൊക്കിയിട്ട് ഫസ്റ്റ് അത് ഏത് ഐറ്റം ആണെന്ന് കണ്ടുപിടിക്കുന്നത് ആൾക്കാരും. അത് എന്തുമായിരിക്കുമല്ലോ, ഫുഡ് ആയിരിക്കാം. എന്താണെന്ന് പറഞ്ഞു തന്നോ? അങ്ങനെ പിന്നെ കളിക്കണ കാര്യമല്ലോ. സോ ഗയ്സ്, അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. പിസ്സ ടീമാണോ അത്? അല്ല ഇതിനകത്തൊരു കിട്ടില്ല സാധനം ഇരിക്കുന്ന പറഞ്ഞേ. അങ്ങനെ പോയിക്കറിയാവുന്നേ തൂക്കിയല്ലോ നാദാ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഞാൻ വിട്ട് പറ. പട്ടി. എനിക്ക് ഡൗട്ട് ഇല്ലാന്ന് പറഞ്ഞില്ല പണ്ട. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പൂച്ചക്ക് കളറുള്ളൂ. അത് പൂച്ചയുടെ പൂച്ചയാ. സിംഹം. അയ്യാതെ സിംഹമാണ്. വെള്ളം ഇല്ലല്ലോ. സിംഹത്തിന് ചെറിയ വെള്ളം ഉണ്ടോ? എല്ലാരും മണ്ടത്തരം കാണിച്ച് പെട്ടെന്ന് പറഞ്ഞു സൂമോട്ടി പറയട്ടെ. പുലി അല്ല, ടൈഗറാ. ഞാൻ ഉദ്ദേശിച്ച ടൈഗർ എന്നാ? പുലി 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 പുലി. എടാ ഞാൻ സിംഹത്തിലങ്ങ് പോയി. മൂന്ന് വരെ ഉള്ളതുകൊണ്ട് ഞാൻ എനിക്ക് സത്യം പറഞ്ഞ ഞാൻ പുലി ഉദ്ദേശിച്ചു. പക്ഷെ സിംഹ പറഞ്ഞു. നല്ല തങ്കപ്പെട്ട സ്വഭാവം. അയ്യോ കപ്ലങ്ങ. ഇങ്ങനെ ഇരിക്കും. ആ ഒരു കുരു കണ്ടപ്പോ ഞാൻ വിചാരിച്ചു പപ്പായ ചീഞ്ഞ പപ്പായ അകത്ത് ചീഞ്ഞ. സൂമോട്ടാക്ക്. അതിന് മുതല് ആദ്യത്തെ പിക്ചറിൽ തന്നെ പറയുകയാണെങ്കിൽ 2 പോയിന്റ് കിട്ടും. അതിന്റെ സെക്കൻഡ് പിക്ചറിലേക്ക് എന്ന് വെച്ചാൽ സൂം ഔട്ട് ചെയ്തിട്ടാണ് പറയുന്നതെങ്കിൽ 1 പോയിന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെയും സൂം ഔട്ട് ചെയ്താലോ? ഒന്നുള്ളൂ. മറ്റേ ബോള് അല്ല, ബോൾ ടെന്നീസ് ബോളില്ലേ? മറ്റേ ബോൾ എന്ന് പറഞ്ഞിട്ട് എന്തൊരു കാര്യമായിരിക്കുന്നു. പൊട്ടന്ന ലോക പൊട്ടൻ. ടെന്നീസ് ബോൾ അല്ലേ? ആണോ? ടെന്നീസ് കിട്ടിയില്ല, അതാ ഞാൻ മറ്റേ ബോൾ. 2 പോയിന്റ് ഞാൻ ഒറ്റയടിക്ക് എടുത്തു. ബൾബ്. ആണ്. ഞാൻ എന്റെ പേര് പറയണത്. അതെ, കൊമ്പനല്ലേടാ? ഞാൻ ഏറ്റവും അവസാനം ഫസ്റ്റ് ആയിരുന്നല്ലോ. ഇപ്പൊ നേരത്തെ തൊട്ടുപോയല്ലോ. ആ സമയത്ത് ഒരു മാസ് റോളിലാട്ടം വന്നേ. അത് കൺപീലിയ. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപ്പൊ നീ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പറ. ഓക്കെ, നെക്സ്റ്റ് വൺ. എന്നാ പിന്നെ ഞാൻ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാ. ഈഗോ. തന്റെ സാധനം തരത്തില്ല, അത് പേടിക്കണ്ട. മുടി വളർന്നോണ്ടാ. മുടി വെട്ടി കയറിയാ വരാം. കൊറേ ബുദ്ധി മുടിയിലൊക്കെ കയറിയിരിക്കുക. ചലന്തി വല. ചലന്തി വലേ. അപ്പൂപ്പന്തടി. പൂപ്പന്തടിയല്ലേ? അതാ 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 പൂപ്പന്തടിയാ. My God, bro, that's proper comeback. ഒരു കയ്യബദ്ധം. Next one. എന്നിട്ടത് അയ്യോ PC കമ്പ്യൂട്ടറില്ലേ? സൂം ചെയ്യുന്നു. ഗ്രാഫിക്സ് കാർഡ്, CD ഡ്രൈവ്. മറ്റേത് അതിന്റെ പേര് ഞാൻ മറന്നുവിടെ. DVD പ്ലെയർ. അല്ലല്ല സാധനം മനസ്സിലായി എനിക്ക്. എന്നാ പറ. ഇത് മറ്റേ സ്റ്റൗ. സ്റ്റൗ എന്നല്ലേ? ഞാൻ പറയട്ടെ, പ്രൊജക്ടർ.
അയ്യോ എനിക്ക് അറിയത്തില്ലല്ലോ ഒരു അസുഖം സപ്പോർട്ട് ചെയ്തോ ഇത് ഇനി ഇതുള്ളൂ. കാസറ്റ് അല്ലേ കാസറ്റ് ആയിരുന്നത് കുക്കുംബർ. അതിനകത്ത് തന്നെ കണ്ടിച്ച് വെച്ചാൽ മുകളിൽ ചെത്തി വെച്ചാന്ന് കിവി. ഓ ഞാൻ സാധനം ചിക്കുന്ന എന്റെ മൈൻഡിലായിരുന്നു തേങ്ങ സൂമോട്ട് അടിച്ച് കിവി ഇതാണല്ലേ എനിക്കറിയാം. ഞാൻ ബ്രഷ് എന്നൊക്കെ പറയാൻ പോയി. പൈസ എനിക്കത് കണ്ടപ്പോ തോന്നി. സെയിം കോമ്പറ്റീഷൻ ലെവലിലായി. ഓ നമ്മൾ ഒരുമിച്ചല്ലേ. നെക്സ്റ്റ് വൺ ഇപ്പൊ അത് ഇതിപ്പോ ചിന്തിക്കണ്ട. പെട്ടെന്ന് ടെൻഷൻ ആയിട്ട് അങ്ങ് തുപ്പലും കൂടി അറിയാം. നമുക്ക് തേടിന് വേണ്ടി മത്സരിക്കാം. ഓടാ ഈഗോ ഉണ്ടാക്കല്ലേ. എന്താ തോറ്റല്ലേ? ഇല്ല ഞാൻ എടുക്കും. ഇതെന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. കണ്ണ് പിടിക്കാത്താണോ എനിക്ക് വേറെ എന്തെങ്കിലും കുഴപ്പമുള്ള എനിക്ക് ബാറോ അത് വേറെ എന്ത് സിമ്പിൾ സാധനം നമ്മൾ ആലോചിച്ച് പോകുമ്പോഴത്തേക്ക് ബാറിന് ഇന്റർഫേസ് പോലെയൊക്കെ തോന്നും. പക്ഷെ അങ്ങനെ എന്താ ഇത് ജുക്ക് പറയുടെ വാട്ടർ ഇപ്പൊ അത്രയും കൂടെ ബാഗ് ലേഡീസ് ബാഗ് ആണ്. കുപ്പി ഞാൻ ചുമ്മാക്കിയതായിട്ട്. അല്ലേ? മറ്റേ ഫോട്ടോ പറ ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ് ഗാഡ്ജറ്റ്. എനിക്കറിയത്തില്ലേ എന്ത് ഗാഡ്ജറ്റ് ആണെന്ന് നിങ്ങൾ പറയണത്. ആലോചന എടുത്തോ ഈസി. എന്ത് സാധനം എന്താ? പോർഷെ കൂളിംഗ് ഗ്ലാസ് അല്ല മോതിരം കൂളിംഗ് ഗ്ലാസ് ആദ്യം പറഞ്ഞ ഏതാന്ന് പറ. മോതിരം അത് മോതിരമാണ്. ബൈക്കാണോ? വേണമെങ്കിൽ പറഞ്ഞോ. പറയില്ലടാ മൊണ്ണെ. ജുക്ക് പറയണോ? മോതിരം ഞാൻ പറഞ്ഞേ. അത് തവളയാ. കൈപൊക്കി പറഞ്ഞോ. മറ്റു തവളയാ. കൈപൊക്കി പറഞ്ഞ തവളയാ. ആ തവള എടുത്തോ. ഞാൻ പറയുന്നേക്ക് അത് തവളയാ. ഞാൻ പറയുന്നേക്ക് അത് ഫ്രോഗ് ആണ്. തവളയല്ല അത്. മറ്റു അത് ഫ്രോഗ് ആണ്. അല്ല അത് കണ്ണ്. തവളയല്ല അത് പാമ്പ്. അത് മറ്റു അത് ഫ്രോഗാ. ഫ്രോഗിന്റെ കണ്ണ് സൈഡിൽ വരുന്നത് ഫ്രോഗാ. ഫ്രോഗാ തവളയുടെ. ഫ്രോഗ് ഞാൻ പറഞ്ഞില്ലേ ഫ്രോഗ് എന്ന്. അല്ലെങ്കിലും എനിക്ക് മനസ്സിലായി. പിന്നെ എന്നിട്ടാണ് അത് പേടിച്ചേ. പെയിന്റിങ് തേനീച്ച. ഞാനും പറഞ്ഞേക്കെ വെറുതെ എനിക്ക് സമയമില്ല. ബട്ടർഫ്ലൈ. ഇല്ല ഇവിടെ കൈവയ്ക്ക് ബട്ടർഫ്ലൈ പറഞ്ഞു ഗോവിന്ദേട്ടനാ. ഞാൻ പേടിച്ച് ബ്രോ ഇനി എങ്ങനെ കുമ്പനൊന്ന് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ഞാൻ ഇപ്പൊ ഇച്ചിരി ഗെയിംസിലൊക്കെ ഇച്ചിരി ശ്രദ്ധ കുറവുണ്ടല്ലേ? അത് ചെറുത കുറവല്ല, അത് ബുദ്ധി കുറവ്. അത് ഇല്ല. പക്ഷെ ബ്രോ ഇല്ല. ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിന് മുമ്പുള്ള ഗെയിംസ് ഒക്കെ ബ്രോ എന്നെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ ഇതിനകത്ത് വരണേ ബ്രഷ്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ലീഫ് പറ. അല്ല മച്ചു അത് ക്രാബാ. ക്രാബൊന്നുമല്ല, ഇത് പാമ്പിന്റെ വായ. സൂമോട്ട് ചെയ്തു. പെൻസിൽ. അത് പഴയ പെൻസിൽ എടുക്കുക, പുതിയ പെൻസിൽ എടുക്കണം കേട്ടോ. മൈക്ക്. കേക്ക്. സ്പോഞ്ച് വേണേ പറഞ്ഞോ. സ്പോഞ്ച് പറഞ്ഞോ. 12 പോയിന്റ് ഇടും. സ്പോഞ്ച് പറഞ്ഞോ. സ്പോഞ്ച് കുഴപ്പമില്ല, അവൻ പറഞ്ഞത് അതിട്. എന്റെ മനസ്സിൽ അത് തന്നെ ആയിരുന്നു. പക്ഷെ താഴെ സ്പോഞ്ച് ഇല്ല, കണ്ട അത് പെയിന്റിങ്. അത് കൊമ്പ ജിട്ടറ പൊട്ടി. തരികിടതും ടച്ചി. പേടിച്ചു. സ്റ്റാപ്ലെയർ. അല്ല. പക്ഷെ ജിട്ടർ എടുക്കാൻ സമ്മതിക്കത്തില്ല, പേടിക്കണ്ട. ഞാൻ പോട്ടെ. ഷേവിംഗ് ബ്ലേഡ് ആണോ? ഇങ്ങനെ നോക്കട്ടെ. അത് ആണ് USB പോർട്ട്. അത് ആണ് അത് അതന്നെ USB പോർട്ട്. കണക്ട് ചെയ്യുന്ന പോർട്ടില്ലേ, മറ്റേ കുത്തണമെന്നല്ല, മറ്റേ USB പോർട്ട്. അതല്ലേ പോയി മണ്ടൻ പോയില്ലേ? ഓഹോ കറക്റ്റാ. ഞാൻ കൈ വെക്കി കേട്ടോ. എന്തിനാ മുള്ളുചെടി, മുളിച്ചെടി. ആ മുളിച്ചെടി. അയ്യോ വീണ്ടും ഒരു 12 സെയിം ആയി. ഞങ്ങളുണ്ട്. നമുക്ക് കേറാനുള്ളതല്ലേ? എനിക്ക് എന്തായാലും കേറി. ഞാനാ
സ്പൈഡർ അല്ല കാണിച്ചേ. അടുത്ത ഏണീച്ച പറഞ്ഞു കൊടുക്കൂ. നമ്മള് തമ്മിലുള്ളതാ. ഞാനാ തേനീച്ച. ഞാനാ തേനീച്ച പറഞ്ഞത്. ബ്രോ ഏതാ പറയണേ? ബ്രോ ഏതാ പറയണേ? അപ്പൊ എനിക്ക് ഏഴോ ഗൈസ്. അങ്ങനെ അപ്പൊ റീപ്ലേയിൽ ഞാൻ തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. അപ്പൊ 7 പോയിന്റ് എനിക്ക്, 5 പോയിന്റ്, 6 പോയിന്റ് ജക്ഷൻ മൈമിക്ക്, ക്രിസ്റ്റിന് 13 പോയിന്റ്. ഞാൻ എന്റെ ഒരു സമാധാനം. നിനക്ക് എങ്ങനെ ഏഴായേ? ഞാനിപ്പത്തെ എങ്ങനെ ഇപ്പത്തെ കാണിച്ചില്ലേ? കാണിച്ചു എന്നിട്ട് ഒഫീഷ്യലി നീ ഒരു നീയാണെന്ന് ഉറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ അവിടെ. ഉറപ്പിച്ച് എങ്ങനെ അത് നോക്കിയേ. നോക്കിയാ ആ ശരി. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അല്ല നിക്ക് ആരും നിൽക്കാൻ താനോടെ നിന്നോ പോയിക്കേ. എന്നാ നിക്കണേ? എന്തിനാ ഇനി നിൽക്കണേ? അവൻ നിന്നോട്ടെ, നമ്മളെ തമ്മിലുള്ള ഇതുള്ളൂ, അടിയുള്ളൂ. മനുഷ്യൻ ഇത്ര ആക്രാന്തം ഇതും കഴിച്ചോ, എടുത്ത് കഴിക്കേ. താങ്കളൊക്കെ എന്ത് തർക്കമായിരുന്നു ഇവിടെ നാട്ടിൽ. നല്ല മസാല പിടിച്ചിട്ടുണ്ട്, അടിപൊളി. അത് മസാല മാത്രം തിന്നുന്നുണ്ടോ? ചോറ് തിന്ന്. കണ്ടപ്പോ എന്താ തോന്നിയെന്നറിയാമോ? അതെനിക്ക് ഓർമ്മ വന്നേ. നിനക്ക് അങ്ങനെ പലതും ഓർമ്മ വരും. അത് ബിരിയാണി, അത് ചിക്കൻ, മനസ്സിലായോ? അത്ര ഉള്ളു. ഇത് ബിരിയാണി, ഇത് ചിക്കൻ. നന്മയുള്ള ലോകമേ നീ ഒന്ന് മിണ്ടായിരിക്കുന്നല്ല. നിന്നെ വെച്ച് ഒത്തിരി ഗ്രാഫ് കിട്ടുന്നുണ്ട്. അതെനിക്കറിയാം. ഇയാളെ കേറട്ടെ. നമ്മടെ പയ്യല്ലേ കേറിട്ട്. ഞാനെന്തിട്ട് കൂടെ ഉള്ളവരെ തന്നെ ഇങ്ങനെ അടിച്ച് താത്തിട്ട് കേറട്ടെ. നിന്റെ സ്വഭാവം കാരണമാണ് നിനക്ക് കിട്ടുന്നത്. അതെ നൻപനൊരു പിറകെ നൻപുണ്ടോ? നീ അനാവശ്യമായിട്ടുള്ള സാധനം നടന്നു ഇപ്പൊ. നീ നേരത്തെ വിഷമായിരുന്നില്ല, ഇപ്പൊ നീ എന്തിനു ചിരിക്കണേ? അല്ല, എപ്പോഴും ഒരാൾക്ക് കരഞ്ഞോണ്ടിരിക്കാൻ പറ്റുമോ? എപ്പോഴും വിഷമിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ബ്രോ ഇത്ര നേരം നിന്നെ പോലുള്ള അഭിനേതാക്കൾക്ക് മാത്രമാണ് ഇതുപോലെ മിനിറ്റിന് എക്സ്പ്രഷൻസ് മാറ്റാൻ പറ്റും. ബ്രോ ഒരു നൻപന്റെ വിലനെ അഭിനയിക്കുവാന്ന്. അതെ, നീ നൻപൻ. ബ്രോ ഒരു കൂട്ടുകാരനെയാണ് ബ്രോ പറയുന്നത്, ഞാൻ അഭിനയിക്കുകയാണെന്ന്. ബ്രോയുടെ ഉന്നമനത്തിന് ഒരു നൻപനാണെങ്കിൽ ഇവനെന്താ ചെയ്യണമെന്നറിയാം? ഇവൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ചക്ര അങ്ങനെ ബ്രോയുടെ ഉന്നമനത്തിനും ബ്രോയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമേ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ. ഉണ്ടയാണ് ചെയ്തിട്ടുള്ളത്. ബ്രോ ഞാൻ കാര്യം പറയട്ടെ ബ്രോ, ഞാൻ എല്ലാ ചലഞ്ചും ബ്രോയ്ക്ക് വേണ്ടിട്ട് ഞാനാണെങ്കിൽ ഞാൻ അവിടെ മറ്റേ എല്ലാരും വെറുപ്പിക്കുന്നില്ലേ? അപ്പൊ ബ്രോയോട് എല്ലാവർക്കും സ്നേഹം കൊടുത്തില്ലേ? ഞാൻ വെറുപ്പിക്കുന്ന ഞാൻ മിണ്ടാതെ പോലെ ഇങ്ങനെ ഇരുന്നാ മതിയില്ല എനിക്ക്. ഞാനൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ ഇനി മുതൽ എല്ലാ ചലഞ്ചും ഞാൻ ഇങ്ങനെ ഇരുന്ന് വെച്ചോ. ഞാനൊക്കെ ആണെങ്കിൽ അപ്പൊ ബ്രോയ്ക്ക് ആര് പിന്നെ അല്ലാതെ ഞാൻ ഇങ്ങനെ ഇരിക്കല്ലേ? ആണ് അതല്ലേ ഞാൻ പറയുന്നേ. ആണ് ശരി. നിങ്ങൾ എന്താണ് പറഞ്ഞത്? അതെന്താ പറയാ, നിങ്ങൾ എന്താണെന്ന് പറഞ്ഞാലോ എന്റെ ഫാമിലിക്ക് എന്നെ മനസ്സിലാവും. അതെ. പക്ഷെ നൻപനെ ചതിക്കുന്നത് അത് അവർക്ക് മനസ്സിലാവും. ഞാൻ എത്രത്തോളം നിന്നെ ചതിക്കുന്നുണ്ട്, അതിനേക്കാൾ നൂറിരട്ടി ഞാൻ നിന്റെ ഫ്രണ്ട്ഷിപ്പ് സ്നേഹിക്കുന്നു. എത്ര വർഷം പോട്ടെ, എനിക്കൊന്നും ഇതൊന്നും എനിക്കൊരു വിഷയമുള്ള കാര്യമില്ല. എനിക്കറിയാം കൊമ്മൻ ഉള്ളിൽ വെച്ചിരിക്കുന്ന കൊമ്മന് സങ്കടം ഞങ്ങൾക്കറിയാം. താൻ എന്തിനാ കൊമ്മനെ യൂസ് ചെയ്യുന്നത്? ഒരു ഗ്രാഫിന് വേണ്ടി കൊമ്മനെ വിൽക്കുന്നു താൻ. സാറില്ല കോട്ട കൊമ്പ. ശരി, ഇന്ന് ഞാൻ തന്നെ ഇട്ടാക്കാം ഗ്രാഫ്. ഞാനിടും. ഇല്ല, ജക്ടന്റെ ഗ്രാഫ് നോക്കണം. ജക്ടന്റെ ഗ്രാഫ് നോക്കണം. ഞാൻ ഇവിടെ കിടന്നോളാം. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യില്ല മണ്ടന്മാരെ. ഞാൻ പിൻ ചെയ്ത് വെക്കുക കൊമ്പൻ ഗ്രാഫ്. അതെല്ലാവരും ലൈക്ക് അടിച്ചോളൂ. ഇല്ല, ജക്കുണ്യ വേണ്ട. നൻപണ്ട നൻപനല്ല, താൻ ചതിച്ചതാ. ഇയാളെ ഒറ്റ നൻപണ്ടാന്ന് പറയുന്നില്ല. ഇത്ര നേരം കള്ളക്കളിയെല്ലാം പൊളിഞ്ഞ കള്ളകളി കളിച്ചിട്ടില്ല. ഇന്ന് കള്ളക്കളിയല്ല, മറ്റേ ചവിട്ടി താഴ്ത്തുന്ന സാധനം ഞാൻ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് ഇയാൾ നൻപനായി പെട്ടെന്നല്ലേ.
പെട്ടെന്ന് നൻപൻ കാർഡ് എടുത്തല്ലേ ഇത്ര നാളും ഇല്ലാത്ത നൻപൻ ഇത്രയും നാളും ചവിട്ടിക്കൊണ്ടിരുന്ന താനെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ഞാൻ നൻപനായല്ലേ. നൻപാ ഞാൻ കാര്യം പറയട്ടെ, നീയാണ് നൻപെന്നുള്ള വാക്ക് കൊണ്ടുവന്നത്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് എല്ലാരും ഒരേപോലെ. ഞാൻ നൻപനായിട്ട് കണ്ടു, ഇയാള് സാധാരണ ഒരുത്തനായിട്ട് എന്നെ കണ്ടു. അപ്പൊ ബ്രോ കഴിച്ചു കഴിഞ്ഞോ? കണ്ടില്ലേ ബ്രോ കഴിച്ചു കഴിഞ്ഞോ? കൊമ്പനോടുള്ള സ്നേഹം കണ്ടില്ലേ? അർജുൻ ലവ് ജെക്ടർ, ആ സ്നേഹമാണ് കൊമ്പൻ. ഞാനാ വരച്ചത് വരച്ചേ. പക്ഷെ എന്നിട്ട് വേറെ ആരെങ്കിലും ആണെങ്കിൽ കൈ വെച്ച് കൊടുക്കത്തില്ല. ഞാൻ സ്നേഹമുള്ള കാരണം നൻപെന്താന്ന് പറഞ്ഞു. ശരിക്കുള്ള ഞാൻ പറയുന്നില്ല കേട്ടോ. ഓക്കെ ബൈ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്, ലവ് യു. ടാറ്റാ.